നമസ്കാരം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം പ്രാധാന്യത്തോടെ ആചരിക്കുന്ന പുണ്യമാസമാണ് വൈശാഖ മാസം. എല്ലാ ഈശ്വരാധനകൾക്കും അതിശ്രേഷ്ഠമായ കാലം കൂടിയാണ് ഇത്. മാധവനായ വിഷ്ണുവിന് പ്രിയങ്കരമായതിനാൽ വൈശാഖത്തിനെ മാധവമാസം എന്ന് പരാമർശിക്കപ്പെടുന്നതാണ് അഥവാ അറിയപ്പെടുന്നതാകുന്നു. ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം. ഇതിനാൽ തന്റെ ഭക്തരുടെ ദുഃഖ ദുരിതങ്ങൾ വിഷമങ്ങൾ മാറ്റുവാൻ ഭഗവാൻ നിങ്ങളുടെ വീടുകളിൽ വരുന്ന പുണ്യ ദിനമാണ് അഥവാ ദിവസങ്ങളാണ് വൈശാഖ മാസം. ഈ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. വൈശാഖ മാസത്തിലെ വിഷ്ണു ഭജനം അതിശ്രേഷ്ഠവും പാപഹരവും ഐശ്വര്യദായകവുമാണ് എന്നാണ് വിശ്വാസം. അതിശ്രേഷ്ഠവും ശ്രേയസ്കരവുമാണ് എന്നാണ് വിശ്വാസം. വൈശാഖ മാസം മുഴുവൻ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ പാരായണം നടത്തുന്നതുമാണ്. ഈ സമയം അനേകം വിഷ്ണു അവതാര ദിവസങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. വൈശാഖത്തിലെ വെളുത്ത പക്ഷത്തിലെ തൃതീയ തിഥി അക്ഷയ തൃതീയ എന്നും ബലരാമ ജയന്തി എന്നും അറിയപ്പെടുന്നതാണ്. ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം. പരശുരാമാവതാരവും വൈശാഖ മാസത്തിൽ അക്ഷയ തൃതീയ ദിവസം തന്നെയാണ്. വൈശാഖത്തിലെ ശുക്ല ചതുർത്ഥി ദിവസമാണ് നരസിംഹ ജയന്തി വരുന്നത്. ഇങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 3 അവതാരങ്ങൾ അടുപ്പിച്ച് വരുന്നത് കൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ ഉപാസിക്കുവാൻ ഏറ്റവും മികച്ചതായ കാലം കൂടിയാണ് ഇത് എന്നാണ് വിശ്വാസം. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യ ദിനങ്ങൾ തന്നെയാണ്. ഈ മാസത്തിൽ സ്നാനം, ദാനം, തപം, ഹോമം, ദേവതാർച്ചന തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുമാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. നാളെ മുതൽ വൈശാഖ മാസം അവസാനിക്കുന്നതുവരെ ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഈ കാര്യങ്ങൾ വീടുകളിൽ പ്രത്യേകം ചെയ്യുവാൻ ശ്രമിക്കണം. കുളിച്ചതിന് ശേഷം മാത്രമാണ് ഏതൊരു കാര്യത്തിലേക്കും കടക്കാൻ പാടൂ എന്നാണ് പറയുക. അത് അടുക്കളയിൽ പ്രവേശിക്കുന്നതായ കാര്യമാണ് എങ്കിലും ആഹാരം കഴിക്കുന്നതായ കാര്യമാണ് എങ്കിലും ഇപ്രകാരം ചെയ്യണം എന്നാണ് പറയുക. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നതിലൂടെ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. നിത്യവും 2 നേരം വിളക്ക് നിങ്ങൾ തെളിയിക്കണം. പ്രത്യേകിച്ചും വ്യാഴാഴ്ച വിളക്ക് തെളിയിക്കുകയും അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക്, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് നിങ്ങൾ തെളിയിക്കണം. നിത്യവും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. സാധിക്കാത്തവർ ഈ 2 ദിവസങ്ങളിലെങ്കിലും നെയ്വിളക്ക് തെളിയിക്കുക. ഏലക്കയിട്ട് നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ പ്രധാനമായും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാവുന്നതാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വ്യാഴാഴ്ചകളിൽ വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുന്നതും ക്ഷേത്രത്തിൽ ഇരുന്ന് നാരായണ നാമം, നാരായണ മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമ ജപവും ഏറ്റവും ഉത്തമമാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും ദർശനം നടത്തണം. ഈ 2 ദിവസങ്ങളിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഈ സമയം ഒരിക്കലും തിരക്കില്ലാതെ തന്നെ നിങ്ങൾ ദർശനം നടത്തണം. അല്പസമയം ക്ഷേത്രത്തിൽ ഇരുന്ന് മുൻപ് പരാമർശിച്ച പോലെ നാമജപം നടത്തുക. നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത, രാമായണ പാരായണവും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. കൂടാതെ നിത്യവും തുളസീജലം പാനം ചെയ്യുന്നത് അതീവ ശുഭകരവുമാണ്. തുളസി കതിർ ചൂടാവുന്നതുമാണ്. ഇപ്രകാരം ചെയ്യുന്നതും ശുഭകരമായി ഭവിക്കും.
ജലം പ്രത്യേകിച്ചും തുളസിക്ക് ഒഴിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മഹാലക്ഷ്മി ദേവിയുടെയും സാക്ഷാൽ നാരായണന്റെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഇന്നേ ദിവസങ്ങളിൽ, അതായത് ഈ ദിവസങ്ങളിൽ ചില വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ഭഗവാൻ ആ വീടുകളിൽ വരുന്നതിന് തുല്യം തന്നെയാണ്. അത്രമേൽ ഐശ്വര്യം വൈശാഖ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാം. നെയ് വീടുകളിൽ കൊണ്ടുവരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. നെയ് വീടുകളിൽ കൊണ്ടുവരികയും അത് നിത്യവും വിളക്ക് തെളിയിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ വിശേഷപ്പെട്ടതായ ഫലം ലഭിക്കും. മറ്റൊന്ന് തേനാണ്. തേൻ വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ്. പോസിറ്റീവ് ഊർജം വർദ്ധിക്കും. നെഗറ്റീവായ ഊർജങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. തുളസി ഇന്നേ ദിവസങ്ങളിൽ വീടുകളിൽ കൊണ്ടുവരുന്നതും, അതായത് തുളസി വീടുകളിൽ കൊണ്ടുവന്ന് നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. കിഴക്ക്, വടക്ക് കിഴക്ക് ദിശകളിൽ നടുകയാണ് എങ്കിൽ ഇരട്ടി ഫലദായകമാണ്. മഞ്ഞപ്പട്ട് ഈ സമയങ്ങളിൽ കൊണ്ടുവരികയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. കുന്നിക്കുരു, മയിൽപീലി, ഓടക്കുഴൽ എന്നിവ നിങ്ങൾ പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ വിഗ്രഹത്തോടൊപ്പം വച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ആ വീടുകളിൽ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഇരട്ടിക്കും എന്നാണ് പറയുക. കൂടാതെ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ്, വിളക്ക് തെളിയിക്കുമ്പോൾ 2 നേരം സാധിച്ചില്ല എങ്കിൽ പോലും 1 നേരമെങ്കിലും മഞ്ഞ പുഷ്പങ്ങൾ വിളക്കിന് മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇപ്രകാരം നാരായണ നാമം ജപിക്കുന്നത് അതീവ ശുഭകരമാണ്. ഈ കാര്യവും ശ്രദ്ധിക്കുക. സാധിക്കുന്നവർ തുളസി മാല ചാർത്തുക. തുളസി കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നതും വിശേഷമാണ്. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കാര്യവും നിങ്ങൾ ചെയ്യണം. കൂടാതെ നിത്യവും കളഭം തിലകമായി നിങ്ങൾ അണിയുന്നതും ഏറ്റവും ശുഭകരമാണ്. കുളിച്ച് ശുദ്ധിയോടെ കുടുംബാംഗങ്ങൾ ഏവരും അണിഞ്ഞ് നാമം ജപിക്കുന്നത് ശുഭകരമാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നോൺ വെജ് ആഹാരങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് വിശേഷം തന്നെയാകുന്നു. സാധിക്കുന്ന ഏവരും ഇപ്രകാരം ചെയ്യണം. കൂടാതെ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും കലഹം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയം മുതിർന്നവരെ നിങ്ങൾ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കരുത്. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുത് എന്ന കാര്യവും ഓർക്കണം. ഈ സമയം തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്. കള്ളം പറയുന്നത് പോലും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. തീർച്ചയായും നാരായണ പ്രീതി ഇരട്ടിപ്പിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന മാസമാണ്. ശരിയായ രീതിയിൽ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക.